നടക്കുന്നത് കർത്താവിന്റെയാണ്, എന്നെ കൊണ്ട് നടക്കുന്നത് ദൈവമാണ്, അവൻ അത് ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി എന്റെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നവൻ ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കൂ. സ്തോത്രം. ഹല്ലേലൂയ. യേശു അതിന് മറുപടി പറഞ്ഞത് ഒരു യുക്തി കൊണ്ടല്ല. സ്തോത്രം. ചിലപ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും മറുപടി പറയുന്നത് വെല്ലുവിളി കൊണ്ടാണ്, യുക്തി കൊണ്ടാണ്. പക്ഷെ യേശു പറഞ്ഞത് പരീശന്മാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു മറുപടി കൊടുക്കുകയാണ്. ആ മറുപടി ഇതാണ്: പണ്ട് ദാവീദ് വിശന്നപ്പോൾ കാട്ടിൽ അലയുന്ന സമയം, തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് ആ കാര്യം. സ്തോത്രം. 3-ാമത്തെ വാക്യത്തിലൊക്കെ എഴുതിയിരിക്കുന്നു, അവൻ അവരോട് പറഞ്ഞത്, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തതെന്ത്? അവൻ ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ദാവീദ് യഹൂദന്മാർക്ക് നിഷേധിക്കാൻ കഴിയാത്തൊരു കഥാപാത്രമാണ്, അവരുടെ ഹീറോയാണ്. യേശുക്രിസ്തു മറുപടി പറയുകയാണ്, നിങ്ങൾ വായിച്ചിട്ടില്ലേ? പണ്ട് നിങ്ങളുടെ പൂർവ്വ പിതാവായ ദാവീദിന് വിശന്നു. ദാവീദിന് വിശന്ന സമയത്ത് ദാവീദ് ദൈവാലയത്തിൽ പുരോഹിതന്റെ അടുക്ക ചെന്നു. പുരോഹിതന്റെ അടുക്ക ചെന്നിട്ട് പുരോഹിതനോട് വിശപ്പിന്റെ ആധിക്യം കൊണ്ട് ആഹാരം എരന്ന് ചോദിച്ചു. സ്തോത്രം. ദാവീദ് ചോദിച്ചു വിശക്കുന്നതിന്. അപ്പൊ പുരോഹിതൻ പറഞ്ഞു, രാത്രി വൈകി, പാഴ്സനേജിൽ ആഹാരമെല്ലാം തീർന്നു, പിന്നെ കാഴ്ചയപ്പത്തിന്റെ മേശമേൽ പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കാൻ, ലേവി ഗോത്രക്കാർക്ക് മാത്രം കഴിക്കാൻ വേണ്ടി അതിന് ദൈവം കൽപ്പിച്ചിരിക്കുന്ന അപ്പമല്ലാതെ വേറൊന്നുമില്ല. ഇത് ഈ ഗോത്രക്കാർക്ക് കഴിക്കാൻ പറ്റുന്നതല്ല, പൗരോഹിത്യ മര്യാദ പ്രകാരം പുരോഹിതന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. ബാക്കിയുള്ളവർക്കല്ല. ആ അപ്പത്തിന്റെ പേര് നിങ്ങൾ കേട്ടോ, കാഴ്ചയപ്പം. കാഴ്ചയപ്പം, ഷോ ബ്രെഡ് എന്ന് എഴുതിയിരിക്കുക. അതിനർത്ഥം എന്താ? ബാക്കിയുള്ളവരെല്ലാം കാണുകയേ നിവൃത്തിയുള്ളൂ, അനുഭവിക്കാൻ യോഗമില്ല. സ്തോത്രം. ദൂരത്ത് നിന്ന് കാണാം, ഒരു ന്യൂനപക്ഷത്തിന് മാത്രമേ അനുഭവിക്കാൻ യോഗമുള്ളൂ, അവര് മാത്രമേ അപ്പം തിന്നുകയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വരുന്നവർ ഇത് കണ്ടിട്ട് പോകുകയുള്ളൂ. അതുകൊണ്ട് ആ അപ്പത്തിന് പേരിട്ടു കാഴ്ചയപ്പം, കാണാൻ മാത്രമുള്ള അപ്പം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ രണ്ടാമത്തെ ദൂത് പറയാം. കഴിഞ്ഞ കുറെ നാളുകളായി സ്തോത്രം അനുഭവിക്കാൻ യോഗമില്ലാതെ കാണാൻ മാത്രമായി മാറ്റിവെച്ചിരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇന്നത് നുറുക്കി നിനക്ക് തരട്ടെ. ഹല്ലേലൂയ. രോഗശാന്തി ഉണ്ടെന്ന് നിനക്കറിയാം, പക്ഷെ നീ അനുഭവിച്ചിട്ടില്ല. പരിശുദ്ധാത്മ ഉണ്ടെന്ന് നിനക്കറിയാം, ഇതുവരെ അത് അനുഭവിച്ചിട്ടില്ല. ദൈവിക സമാധാനം ഉണ്ടെന്നറിയാം, അത് അനുഭവിച്ചിട്ടില്ല. ആത്മാവിൽ നിറഞ്ഞവരെ നീ കണ്ടിട്ടുണ്ട്, ദൈവിക രോഗശാന്തി പ്രാപിച്ചവരെ കണ്ടിട്ടുണ്ട്, യേശുക്രിസ്തു മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ടവരെ കണ്ടിട്ടുണ്ട്, തലമുറകൾ മാനിക്കപ്പെട്ടവരെ കണ്ടിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ, അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഇന്ന് സഭായോഗത്തിൽ ഉണ്ടെങ്കിൽ, സ്വർഗം ഈ ആണ്ടിന്റെ ആദ്യത്തെ സഭായോഗത്തിൽ പറയുന്നു, ഈ വർഷം നീ കാണുകയല്ല, ചിലത് അനുഭവിക്കാൻ തുടങ്ങണം. പരിശുദ്ധാത്മാവിനെ, ദൈവിക വിടുതലിനെ, സ്വർഗീയ സമാധാനത്തെ, ദൈവിക കൃപാവരത്തെ, പ്രാർത്ഥനയിലൂടെയുള്ള മറുപടിയെ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് സ്വർഗം ഇന്ന് പകൽക്കാലം ഈ സഭായോഗത്തിനകത്ത് ഇവിടെ തുടങ്ങട്ടെ. അത് ഈ ആണ്ടിലെ ആദ്യത്തെ ഞായറാഴ്ച തുടങ്ങട്ടെ. കർത്താവേ, ഞാൻ കേട്ടിട്ടുള്ളത്, എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളത്, ആരൊക്കെ അനുഭവിച്ചത് കണ്ടിട്ടുള്ളത്, ഞാൻ വായിച്ചിട്ടുള്ളത്, ഇന്ന് പകലിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയണമെന്ന് പ്രാർത്ഥിക്കാൻ ആര് തയ്യാറാകുന്നു അവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം കണ്ടുകൊണ്ടിരുന്നത് കാണാനല്ല, നിനക്ക് അനുഭവിക്കാൻ. പണ്ട് ദാവീദിന് കിട്ടിയതുപോലെ ഗോത്രം മാറി അപ്പം കൊടുക്കാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ചിലരോട് പറയുമ്പോൾ എത്ര പേര് ഏറ്റെടുക്കാൻ തയ്യാറാകും? ഹല്ലേലൂയ. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഞാൻ ഒന്നോടെ പറയാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരു ഗോത്രക്കാരൻ, ലേവി ഗോത്രത്തിന് പുറത്തുള്ള ഏതെങ്കിലും കൊച്ചു ഗോത്രക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരനോ ഗാദ് ഗോത്രക്കാരനോ സെബൂലൂൻ ഗോത്രക്കാരനോ, ഇവരാരെങ്കിലും കൈക്കുഞ്ഞുങ്ങളുമായിട്ട് വരുമ്പോൾ ആ കുഞ്ഞുങ്ങൾ മേശമേൽ അടുക്കി വെച്ചിരിക്കുന്ന ചൂടാറാത്ത മനോഹരമായിരിക്കുന്ന അപ്പം ചൂണ്ടിക്കാണിച്ചിട്ട്, പപ്പ അപ്പം എന്ന് പറഞ്ഞ് വിശന്ന് നിൽക്കുമ്പോൾ അപ്പൻ പറയും, മോനെ, നമുക്കത് വിരിച്ചിട്ടില്ല, നമുക്കതിന് അർഹതയില്ല, നമ്മൾ അയോഗ്യരാണ് എന്ന് പറഞ്ഞ് മാറിപ്പോയ വിഷയങ്ങൾ ഇന്ന് പകൽ
പകൽക്കാലം മറ്റു പലരും അനുഭവിക്കുന്ന കണ്ടിട്ട്, നിന്റെ കൂടപ്പറപ്പുകൾ അനുഭവിക്കുന്ന കണ്ടിട്ട്, നിന്റെ സഹോദരങ്ങൾ അവരുടെ തലമുറകളും അനുഭവിക്കുന്ന കണ്ടിട്ട് നമുക്കത് വിധിച്ചിട്ടില്ല മോനെ എന്ന് നെഞ്ചുരുകി പറഞ്ഞ അമ്മമാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഗോത്രം മാറി അപ്പം കൊടുക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് പകൽക്കാലം ഈ അധ്യായത്തിനകത്ത് ഈ പാരഗ്രാഫിൽ ഞാൻ കണ്ടത് നിങ്ങളോട് പറയുകയാണ്. നിനക്ക് അർഹതയില്ലെന്ന് നിയമം വിധിച്ചത്, നിനക്ക് അർഹതയില്ലെന്ന് കൽപ്പനകളാൽ വിധിച്ചത് സ്വർഗത്തിലെ ദൈവം നിനക്കും നിന്റെ തലമുറയ്ക്കും തരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. അതിന്ന് പകൽക്കാലം ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഈ വർഷം സ്വർഗം അത് അനുഭവിക്കാൻ എന്നെ യോഗ്യനാക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കും? അങ്ങനെ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മനസാക്ഷി നിനക്ക് അർഹതയില്ല, നിനക്കതിന്റെ യോഗ്യതയില്ല, നിനക്കതിന്റെ വിദ്യാഭ്യാസമില്ല, നീ കാണുകയുള്ളൂ, നീ കേൾക്കുകയുള്ളൂ എന്ന് പറയുന്ന പല കാര്യങ്ങളെ സ്വർഗത്തിലെ ദൈവം നിന്റെ കയ്യിലേക്ക് നുറുക്കി തരാൻ. ഹല്ലേലൂയ. നിയമം ലംഘിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, നിയമത്തിനപ്പുറം. അതുകൊണ്ടാ യേശു പറഞ്ഞത് ശബത്ത് എന്ന് പറയുന്നത് പ്രൗഢമായിരിക്കുന്ന ഒരു നിയമമാണ്. പക്ഷെ യേശു പറഞ്ഞു, ഞാൻ ശബത്തിനും കർത്താവാ മക്കളെ. ഏത് നിയമത്തിനും, ഏത് കൽപ്പനയ്ക്കും, ഏത് പ്രോട്ടോകോളിനും, ഏത് രാജ്യത്തിന് നിയമത്തിനും മീതെയാണ് നീ ആരാധിക്കുന്ന യേശുവെന്ന്. ശബത്തിനും കർത്താവാണ് ഞാനെന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ തയ്യാറായാൽ ഞാൻ നിങ്ങളോട് പറയാം, നീ കാണുകയല്ല, നിനക്ക് അനുഭവിക്കാൻ, നിന്റെ അതരത്തിൽ രുചിയായി മാറാൻ സ്വർഗം ചില കാര്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. ഈ വർഷം ദൈവസന്നിധിയിൽ